നമ്മുടെ ഓറിയന്റേഷൻ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോ എന്റെ പേര് എല്ലാവർക്കും അറിയണ്ടാവും അല്ലെ? എന്റെ പേര് നസ്ലാൻ ആണ്. എന്റെ കൂടെ നമ്മളെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മറ്റൊരു മെന്റർ ആയിട്ടുള്ള നസ്രിൻ മാമും ഉണ്ടാവും. അതോടുകൂടെ തന്നെ നമ്മളെ റെക്കോർഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ദർശന മാമും ഗായത്രി മാമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം, ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഞാൻ ഒഫീഷ്യലി നമ്മുടെ ഈ ഒരു ഓറിയന്റേഷന്റെ ലാസ്റ്റ് സെഷൻ, ഈ സെഷനിലേക്ക് ഒഫീഷ്യലി നിങ്ങളെ വെൽക്കം ചെയ്യാണ്. അപ്പൊ ടുഗദർ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇവിടെ തൊട്ട് നമ്മുടെ ലേൺ വൈസിന്റെ ജേർണി, നമ്മളെ സ്റ്റഡീസ്, നമ്മളെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ഇവിടെ തൊട്ട് നമ്മൾ ജേർണി തുടങ്ങാൻ പോവാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് ഹോൾഡ് ചെയ്ത് എന്താ വെച്ചാല്, നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞു സെഷൻ 1 മുതൽ സെഷൻ 13 വരെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഓറിയന്റേഷന്റെ ജേർണി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ പല പല ക്ലാസ് സെഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ. പല രീതിയിലുള്ള സെഷൻസ്, പല നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇനോഗ്രേഷൻ സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഐസ് ബ്രേക്കിംഗ് വന്നു. നമ്മളെ ഇഗ്നുവിനെ കുറിച്ചിട്ട് അറിയേണ്ട ഒരു സെഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലായിരുന്നു നമ്മൾ സെഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ അലുമിനി മീറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ഒരു സെഷൻ എങ്ങനെ മുന്നോട്ട് പോയതിന്റെ കുറച്ച് ഒരു ചെറിയ രീതിയിൽ ഒരു വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്യാം.
നമ്മുടെ ജേർണിനെ കുറിച്ചൊന്ന് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത്, ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ ഓറിയന്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടില്ലേ, നമ്മൾ ഇത്രയും സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ 13ാമത്തെ സെഷൻസ് വരെ എത്തി. നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇനോഗ്രൽ സെഷൻ ആയിരുന്നു. നമ്മൾ ഓറിയന്റേഷൻ ഒഫീഷ്യലി നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സെഷന്. പിന്നീട് നമ്മുടെ നമുക്ക് ഇത്രയും 13 സെഷൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സെഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരിക്കും അല്ലെ. നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അല്ലെ. എല്ലാവർക്കും പരസ്പരം ഒന്ന് എന്താ പറയാ സംസാരിക്കാൻ പറ്റിയതും അങ്ങനെ ഒരു എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്കിംഗ് ആയിരുന്നു. പിന്നെ നമ്മുടെ 3ാമത്തെ സെഷൻ എന്ന് പറഞ്ഞ ഇഗ്നു ഡീപ് ഡ്രൈവ്, ഇഗ്നു യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു അല്ലെ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സെഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. സാറ് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടുള്ള ഒരു സെഷനും കൂടെ ആയിരുന്നു ആ ഒരു 3rd സെഷൻ എന്ന് പറയുന്നത്. പിന്നെ 4ാമത്തെ സെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഓരോ പേപ്പേഴ്സിലും എന്തൊക്കെയാണ് പഠിക്കുന്നത്, എത്ര പേപ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, അസൈൻമെന്റ് സബ്മിഷൻ എങ്ങനെയൊക്കെയാ വരുന്നത്, അസൈൻമെന്റ് എവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു സെഷൻ ആയിരുന്നു നമ്മുടെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷന്. നമ്മുടെ 5ാമത്തെ സെഷൻ എന്ന് പറയുന്നത് ലേൺ വൈസ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന സെഷൻ ആയിരുന്നു. നമ്മുടെ ലേൺ വൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ലേൺ വൈസിന്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നൊരു സെഷനും കൂടെ ആയിരുന്നു നമ്മുടെ 5ാമത്തെ സെഷൻ എന്ന് പറയുന്നത്.
നമ്മുടെ 6ാമത്തെ സെഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ആൾക്കാരും അതായത് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗോൾ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല അല്ലെ. നമുക്ക് മുന്നിൽ ഒരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ ആ ജേർണി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക. അപ്പൊ ആ ഒരു ലക്ഷ്യം കറക്റ്റ് ആയിട്ട് നല്ല സ്മാർട്ട് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊരു സെഷനും കൂടെ ആയിരുന്നു നമ്മുടെ 6ാമത്തെ സെഷൻ അല്ലെ. പിന്നെ 7ാമത്തെ സെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അലുമിനീസിനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സെഷനും കൂടിയാ. ഒരുപാട് അലുമിനീസിന്റെ ടോക്ക് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ആ ഒരു സെഷനിൽ മെജോറിറ്റി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഈ അലുമിനീസിന്റെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസും മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ആ ഒരു സെഷൻ ആയിരുന്നു മീറ്റ് ദ അലുമിനി എന്ന് പറയുന്ന സെഷൻ ആയിരുന്നു നമ്മുടെ സെഷൻ 7. നമ്മുടെ 8ാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി തന്നൊരു സെഷനും കൂടി ആയിരുന്നു അല്ലെ നമ്മുടെ 8ാമത്തെ സെഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ എക്സാംസ് ഒക്കെ എഴുതേണ്ടത് ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആ ഒരു സെഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ 9ാമത്തെ സെഷൻ എന്ന് പറയുന്നത് കരിയർ പാത്വേ ആണ്. അതായത് നമ്മുടെ കരിയർ സെറ്റ് ചെയ്യേണ്ട രീതികളും നമ്മുടെ പാത്വേനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ആ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞ ഒരു സെഷനും കൂടി ആയിരുന്നു അല്ലെ നമ്മുടെ 9ാമത്തെ സെഷൻ. പിന്നീട് നമ്മുടെ 10ാമത്തെ സെഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ലേൺ വൈസ് ടീമിനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ലേൺ വൈസ് ടീമിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അവരുടെ റോൾ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് വന്നൊരു സെഷനും കൂടി ആയിരുന്നു നമ്മുടെ 11th സെഷൻ എന്ന് പറയുന്നത്. അതായത് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്, ടൈം മാനേജ്മെന്റിലുള്ള കുട്ടികൾ അങ്ങനെ പലതും ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാ. അപ്പോ അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ അക്ഷര മാം നല്ല രീതിയിൽ തന്നെ എന്താണ് ആ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മളെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് സെഷനിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 12ാമത്തെ സെഷൻ ആയിരുന്നു നമ്മുടെ ഫാമിലീസിനെ മീറ്റ് ചെയ്യാൻ. അതായത് നമ്മുടെ ഫാമിലീസിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു നമ്മുടെ 12ാമത്തെ സെഷനിൽ, നമ്മുടെ ഫാമിലി മീറ്റ് എന്ന് പറയുന്ന ഒരു സെഷനിൽ. ഇപ്പോ നമ്മുടെ 13ാമത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ റാപ്പപ്പ് സെഷൻ ആണ്. നമ്മുടെ ഫൈനൽ നമ്മളെ ഓറിയന്റേഷൻ എൻഡ് ചെയ്യാൻ പോകുന്ന സെഷൻ ആണ്. ഒരു ഫൈനൽ സെലിബ്രേഷൻ ഒക്കെ പറയുന്ന ഒരു സെഷനാണ് നമ്മളെ ഈ ഒരു നമ്മുടെ റാപ്പപ്പ് സെഷന്. അപ്പൊ ഈ ഒരു സെഷനിൽ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഓറിയന്റേഷൻ പ്രോഗ്രാംസിൽ ഇത്രയും സെഷൻസ് കണ്ടക്ട് ചെയ്തു. ഒരുപാട് പേര് പങ്കെടുത്തു. അപ്പൊ അവിടെ നമ്മുടെ ഫസ്റ്റ് സെഷൻ തൊട്ട് നമ്മുടെ ഈ ഒരു സെഷൻ വരെയുള്ള ഒരു ജേർണിയിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു നിങ്ങളുടെ ഫീലിംഗ്, അതായത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആയി, നിങ്ങളെ കോൺഫിഡന്റ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയോ, അതായത് നിങ്ങൾ ജോയിൻ ചെയ്തപ്പോഴത്തേയുള്ള പോലെ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും ഉള്ളത്, നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ പറയുന്ന ഒരു സെഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ഇത്രയും സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് എന്ത് ചെയ്യാ, നിങ്ങൾ ഒരു വളരെ ചുരുങ്ങിയ ഒരു ടൈം കൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്താൽ അത് അത്രയും, അതായത് നമ്മളറിയില്ലേ ജസ്റ്റ് നമുക്ക് ഈ ഒരു സെഷനോട് കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടാവില്ല. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ആക്റ്റീവ് ആയിട്ട് തന്നെ ഫീഡ്ബാക്സ് പ്രൊവൈഡ് ചെയ്യുക, ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ. ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം കിട്ടിയത്. സമയക്കുറവാണ് പ്രധാന വിഷയം. അപ്പോ എല്ലാ ഓറിയന്റേഷൻ ക്ലാസ്സിന്റെയും എനിക്ക് കാണാൻ പറ്റിയില്ല. കുറച്ചൊക്കെ മിസ്സായി എന്ന് പറഞ്ഞാൽ സമയക്കുറവാണ് പ്രശ്നമായത്. കാര്യം വൈകിട്ടുള്ള സമയമൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിന്റെ ഓട്ടത്തിലും കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെ എല്ലാത്തിനും ലൈവാകാൻ പറ്റാത്തതിലൊരു ബുദ്ധിമുട്ട്. പക്ഷെ അറ്റൻഡ് ചെയ്ത ക്ലാസ് എന്ന് പറഞ്ഞാല് എനിക്ക് ഐസ് ബ്രേക്കിംഗ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന്റെ കോഴ്സ് ആയിരുന്നു. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒക്കെ പറഞ്ഞു തന്നു. അത് ഇപ്പൊ ഞാനൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ലൊരു തുടക്കം ഈ ലേൺ വൈസിന്റെ സപ്പോർട്ട് എനിക്ക് കിട്ടാണ് എന്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു രതീഷ്. സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ഒരുപാട് എക്സൈറ്റ്മെന്റോടെയാണ് കേട്ടോ അതിൽ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ വന്നത്. അതുപോലെ തന്നെ ഒരു ബിഗ് സീറോയിൽ നിൽക്കുന്ന പോലെയായിരുന്നു. ലേൺവേഴ്സിൽ ജോയിൻ ചെയ്തു, ഇഗ്നോയിൽ ജോയിൻ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും അറിയില്ലായിരുന്നു. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ, ലേൺവേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നെസ്ലാമ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷെ ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ നമ്മൾ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നാട്ടിലെ വെക്കേഷന് വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതൊരു നഷ്ടം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇഗ്നോയെ കുറിച്ച്, നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞ സെഷൻ ആയിരുന്നു. അതെനിക്ക് പങ്കെടുക്കാൻ പറ്റി, ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി. എന്തായാലും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ സെഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Thank you, Shabana. Thank you so much. ഫസ്റ്റ് ഇനോഗ്രേഷന്റെ ക്ലാസ്സിൽ അതായത് നമ്മൾ ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന പോലെ, ചെറിയ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഒരു എല്ലാ കാര്യങ്ങളും എല്ലാം A to Z എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓരോ ഇത് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് അലുമിനിയത്തിന്റെ സ്പീച്ച് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി അവര്. അതില് ഓരോ മാരേജ് ആയ ആൾക്കാർ പഠിച്ച് സക്സസ് ആയതൊക്കെ കേട്ടപ്പോ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാം ഓക്കെയാണ്. Okay, thank you, Dua. Thank you so much. ഞാനും ഇതേപോലെ ഇഗ്നോയിൽ ചേർന്ന സമയത്ത് എനിക്കും അറിയില്ലായിരുന്നു എന്താ സംഭവം എന്നുള്ളത്. എന്താ പറയാ, ഭയങ്കര ഡൗട്ടുകളായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് വിഷയം എടുത്തത്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ കേട്ടപ്പോ ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റൂല, ഞാൻ പോവില്ല, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നില്ല പറഞ്ഞു. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് കരഞ്ഞിരുന്നു, ഞാൻ ഇനി പോകുന്നില്ല, ഞാൻ പഠിക്കുന്നില്ല പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ക്ലാസ്സുകളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു വന്നപ്പോ ഭയങ്കര ഇൻസ്പയർഡ് ആയി. എന്താ പറയാ, ഓരോരുത്തരുടെ അനുഭവങ്ങളും അവര് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ളത് പറയുമ്പോഴൊക്കെ അപ്പൊ എനിക്കും തോന്നി, എന്നെ കൊണ്ട് പറ്റും, എന്റെ മുന്നിൽ ഇനിയും ഉണ്ട്, 4 വർഷം ഉണ്ടല്ലോ, എനിക്കും നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നു. ഭയങ്കര എന്താ പറയാ, അതില് നമ്മുടെ മൈൻഡിനെ പറ്റിയിട്ടും അത് നമ്മളെങ്ങനെ നമ്മൾക്ക് എങ്ങനെ റെഡി ആക്കി എടുക്കണം എന്നുള്ള ക്ലാസ് ഒക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്ക് പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതും ഒക്കെ ഉണ്ട്. ഭയങ്കര കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ. Okay, thank you, Anshi. Thank you so much. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്, ലേൺവേസിൽ അംഗമാകാൻ പറ്റി, എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റി. എല്ലാവരുടെയും ഫീഡ്ബാക്ക് കേട്ടപ്പോൾ തന്നെ നല്ല ഇതാ. കാരണം പല സിറ്റുവേഷനിൽ കൂടി കടന്നു വന്നിട്ടുള്ളവരെല്ലാം നല്ല രീതിയിൽ തന്നെ അവർക്ക് ഉദ്ദേശിച്ച വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും അതേ രീതിയിൽ കോൺഫിഡൻസ് ആ ഒരു പ്രോഗ്രാമിലൂടെ കൂടി എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചെടുത്ത ഒരു വിഷയമാണ്. ഞാൻ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാനിത് എടുത്തിരുന്നു. എനിക്കത് പല കാരണങ്ങൾ കൊണ്ട് എനിക്കതിൽ അറ്റൻഡ് ചെയ്ത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പ്രാവശ്യം എങ്കിലും എനിക്ക് നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം. സന്തോഷം. എനിക്കിതിനകത്ത് വിജയം കണ്ടെത്താൻ സാധിക്കുന്ന 100% ഉറപ്പായിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ കൂടി തന്നെ. Okay, thank you, Jaya. Thank you so much. ഹായ്, ഞാൻ ദിയ. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇതില് ഈ ഓറിയന്റേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒന്നാമത്തെ ഐസ് ബ്രേക്കിംഗ് ആണ്. അത് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ കൂടെ പഠിക്കുന്ന ആൾക്കാരെ അറിയാൻ പറ്റുക, പിന്നെ ഓരോരുത്തരെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ്. പിന്നെ ഇഗ്നോനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് പറയുന്ന ആ സെക്ഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയി. എന്തൊക്കെയാണ് ഇഗ്നോ എന്നുള്ളത്, ആ ഒരു ജസ്റ്റ് ഒരു പേരും അതും മാത്രമേ അറിയലുണ്ടായിരുന്നുള്ളൂ. അഡ്മിഷൻ എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആ ഇംഗ്ലീഷിന്റെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സത്യം പറഞ്ഞ ഓവറോൾ ഞാൻ ഒരു ഓറിയന്റേഷൻ ക്ലാസ് മാത്രമേ മിസ്സായിട്ടുള്ളൂ, ബാക്കി എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു സജഷൻ ഉള്ള എന്താന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും പറ്റും പോലെ ഒരു മോട്ടിവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും തോന്നി. ഇപ്പൊ ഓരോരുത്തരെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പം ഈ ഇഗ്നോയിൽ തന്നെ പഠിച്ച ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനില്ല. അപ്പൊ അതിൽ പോലെ പറയുന്നത് കേൾക്കുമ്പോ സത്യം തന്നെ നമുക്ക് തന്നെ മനസ്സിൽ ഇങ്ങനെ തോന്നും, ഓരോക്കെ ഇത്ര ഇതില് എത്തി, ഇതിലിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് ഒരു ദിവസം
ഇഗ്നോന്റെ ഇതില് ഈ ഗസ്റ്റ് പോലെ വന്നിട്ട് അങ്ങനെ പറയാൻ പറ്റട്ടെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു മോട്ടിവേഷൻ നമുക്ക് തന്നെ തോന്നിപ്പോയി. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും പറ്റും പോലെ ഒരു മോട്ടിവേഷൻ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി. പിന്നെ ഇഗ്നോ തെരഞ്ഞെടുത്തത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ളതാണെന്ന് തോന്നിയില്ല, നല്ല ഒരു ഡിസിഷൻ ആണ് തോന്നിയത്. അപ്പം താങ്ക് യു, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആൻഡ് ഇപ്പം നമ്മുടെ ഇപ്പൊ ഈ ഇതിലുള്ള മെന്റേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈവൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ എന്റെ മെന്റർ നൂറ എന്ന് പറഞ്ഞ മാമാണ്. അപ്പൊ മാമിനോടൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാം അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും. അപ്പം എല്ലാവരും നല്ല നല്ല ആൾക്കാരാണ്. ടീമിനെ പരിചയപ്പെടാൻ വേണ്ടി പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു ദിയ, താങ്ക് യു സോ മച്ച്. ഞാൻ എല്ലാ ക്ലാസ്സും കണ്ടു, പക്ഷെ നല്ലതാ ക്ലാസ് എല്ലാം. ഇംഗ്ലീഷ് ക്ലാസ്, ഐസ് ബ്രേക്ക് ക്ലാസ് എല്ലാം കണ്ടു. നല്ല കൂട്ടുകാരെ എല്ലാം കണ്ടു. അതുകൊണ്ട് ഇങ്ങനെ നല്ല നല്ല പിന്നെ ലാംഗ്വേജിൽ ആദ്യമായി കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ എൻ്റെ ടീച്ചർ സുനഭ മാം ആയിരുന്നു, മെൻറ്റർ ആയിരുന്നു. അതുകൊണ്ട് മെൻറ്റർ ടീച്ചർ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, മേഡം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പോകുന്നു. എങ്ങനെയെങ്കിലും പാസ്സായി പോകണം, അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ ഓക്കെ, അഖിൽ എന്തായാലും പാസ് ആവട്ടോ. നമ്മുടെ ലേൺ വൈസ് എന്തായാലും അഖിലിന്റെ കൂടെ ഉണ്ട്. സോ ത്രൂ ഔട്ട് ദിസ് ജേർണി നമ്മുടെ കൂടെ അഖിലും വേണം. ഓക്കെ മാം, എനിക്ക് നല്ലൊരു സെക്ഷൻ ആയിട്ടാണ് തോന്നിയത്. ഇപ്പം ലേൺ വൈസിലുള്ള എല്ലാ വീഡിയോസും ഇപ്പം നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ്സിൻ്റെതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നല്ല എന്താ പറയാ, ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. അതേപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു രീതിയിൽ വരെ എത്തിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ തുടങ്ങിയപ്പം എനിക്കിത് പറ്റുമോ എന്നുള്ള ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ശേഷം പറ്റും, പഠിച്ചാൽ എന്തായാലും പറ്റും. അപ്പൊ ഈ ടീമും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും എന്താ പറയാ കോൺഫിഡൻസും കൂടുതലായിരിക്കും. അപ്പം എന്തുകൊണ്ട് നല്ലതായിരുന്നു. അപ്പം അതേപോലെ തന്നെ തുടർന്നും എല്ലാരെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ടേക്ക് നല്ലോണം പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതുവരെയുള്ള ഒക്കെ അടിപൊളിയേനു. അപ്പൊ എന്നെക്കൊണ്ട് പറ്റുന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ താങ്ക് യു ലേൺ വൈസ്. താങ്ക് യു ലിയ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമ്മൾ ഇത്രയും സെഷൻ ഉള്ള പോലെ തന്നെ ഇപ്പൊ ഇത്ര ഓരോ സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മൾ ഓരോ ഫീഡ്ബാക്ക് ഫോംസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓരോ ഫീഡ്ബാക്ക് ഫോമുകളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോഴും നമ്മുടെ ഇത്രയും സെഷൻസ് കണ്ടിന്യൂ ചെയ്തപ്പോൾ നമ്മൾ ഇത്രയും സെഷൻസ് നടത്തിയപ്പോഴത്തേക്ക് എന്താണ് ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഫോം നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരും, നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. ആ ഫീഡ്ബാക്ക് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇത്രയും സെഷൻസ് കംപ്ലീറ്റ് ആയതിനെ കുറിച്ചിട്ടുള്ള ഒരു കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാനൊന്ന് ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഫീഡ്ബാക്ക് ഫോം ആണ്. നമ്മുടെ ഓറിയന്റേഷൻ 10.0 ലാസ്റ്റത്തെ ഫീഡ്ബാക്ക് ഫോം ആണ്. അപ്പൊ ഇതിൽ എങ്ങനെയാ വെച്ചാല് ഫസ്റ്റ് നമ്മൾ എല്ലാ ഫീഡ്ബാക്ക് ഫോമിലും നിങ്ങളുടെ പേര് കൊടുക്കാനുണ്ടായിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ പേര്, അതേപോലെ തന്നെ നമ്മൾ എൻറോൾ ചെയ്ത പ്രോഗ്രാം ഏതാണെന്നുള്ളതും, നമ്മുടെ അസൈൻഡ് മെന്റർ അല്ലെങ്കിൽ LSC ആരാണെന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വിശദമായിട്ടുള്ള അനുഭവം എന്താണെന്നുള്ളത് നിങ്ങളുടെ വാക്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സെഷൻ വൈസ് ഉള്ള ഫീഡ്ബാക്കുകൾ ഇപ്പൊ കണ്ടോ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോ പോയിന്റ് എക്സ്ട്രീം ഹെൽപ്ഫുൾ, ഇമ്പാക്ട്ഫുൾ, അങ്ങനെ ഓരോ നിങ്ങളുടെ ഒരു സജഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിൽ മാർക്ക് ചെയ്യുക. ഓരോ സെഷൻസിന്റെയും നമ്മൾ ഇത്രയും കഴിഞ്ഞ 13 സെഷൻസിന്റെയും എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ആക്ഷൻ ടാസ്കുകൾ എല്ലാ സെഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്താണ് അപ്പൊ സബ്മിറ്റ് ചെയ്യാറുണ്ടോ, കംപ്ലീറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ള, അപ്പൊ അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. പിന്നെ നമ്മുടെ ഓരോ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ ഉണ്ട്. അതേപോലെ അതായത് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. പിന്നെ നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങളെ കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു ഇഗ്നു ജേണി കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, പിന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എന്നുള്ളതും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരാനുണ്ടോ, അപ്പോൾ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, അതേപോലെ തന്നെ പുതിയ ഐഡിയാസ് എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സജസ്റ്റ് ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫോമിലുള്ളത് കേട്ടോ. സോ ഇപ്പൊ നമ്മുടെ ഓറിയന്റേഷന്റെ ലാസ്റ്റ് സെഷൻ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ 13 സെഷൻസ് അറ്റൻഡ് ചെയ്തവരാണ് നമ്മൾ പലരും. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരും ഉണ്ടാവും.
എന്നാലും നിങ്ങളുടെ ഓരോ എഫേർട്ടിനും നമ്മൾ ഇവിടെ വാല്യൂ തരുന്നതാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദിസ് ജേർണി എന്തൊക്കെ ഗൈഡൻസ് വേണം അതൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരാനും മെന്റേഴ്സും LSEസും ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹോണറായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന ടാസ്കുകൾ നിങ്ങൾ കാര്യമായിട്ട് ചെയ്യുക. ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഫൈനൽ സെഷൻ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജേർണി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി മുതലാണ്. ഇതുവരെ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമ്മൾ ആക്റ്റീവ് ആയിട്ട് പോയി. ഇനി നമ്മൾ നമ്മുടെ അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് കുറച്ച് നിങ്ങൾ എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓരോ സെഷന് കഴിഞ്ഞാലും നമ്മൾ ആക്ഷൻ ടാസ്ക് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ആക്ഷൻ ടാസ്കിന് നിങ്ങൾക്ക് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൽ ആക്ഷൻ ടാസ്കുകൾ ചെയ്തതും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഓറിയന്റേഷനിലും പങ്കെടുത്തതായിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ കുറച്ച് മാർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് കുറച്ച് അവരൊരു വിന്നേഴ്സ് ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ ആയാലും അതല്ല നിങ്ങളുടെ ആക്ഷൻ ടാസ്കുകൾ ചെയ്തതായാലും നോക്കിയിട്ട് നമ്മൾ ഒരു 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷന്റെ ടോപ്പ് പെർഫോമൻസ് BA സൈക്കോളജിയിൽ 100 സ്റ്റുഡൻസിൽ നമുക്ക് 3 സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്തതിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഫൈസൽ S. 58 സ്കോർ ചെയ്തിട്ടുണ്ട്. നൂറ മാമിന്റെ മെന്റർ ആയിട്ട് വരുന്ന സ്റ്റുഡന്റ് ആണ് ഫൈസൽ എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് പ്രൈസ് വന്നിട്ടുള്ളത് ദിയ ഫാത്തിമ, നൂറയുടെ മെന്റർ ആണ്. നൂറ മെന്റർ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. 54 പോയിന്റ്സ് ആണുള്ളത്, 54.5. നെക്സ്റ്റ് തേർഡ് പ്രൈസ് ഗോസ് ടു ലിയ ഫാത്തിമ. സോ ദിയ ഫാത്തിമയും ലിയ ഫാത്തിമയുടെയും നമ്മളെ ട്വിൻ സിസ്റ്റേഴ്സ് ആണ്. സോ ലിയ ഫാത്തിമയാണ് തേർഡ് പ്രൈസ്. ഫാത്തിമയുടെ LSE ആയിട്ട് വരുന്ന സ്റ്റുഡന്റ് ആണ് ലിയ. ലിയക്ക് 49 പോയിന്റ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഇനി നമുക്ക് എല്ലാ സെഷനിലും ഉള്ള പോലെ തന്നെ ഈ ഒരു സെഷനിലെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഫോം ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്. സോ ആ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഞാൻ പരിചയപ്പെടുത്താം. സോ ഇത് ലേൺ വൈസ് പ്രോഗ്രാമിന്റെ നിങ്ങളുടെ ഒരു ഓൺലൈൻ അസസ്മെന്റ് ആണ്. ത്രൂ ഔട്ട് ദിസ് ജേർണി ഈ 13 സെഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ ആസ് യൂഷ്വൽ നിങ്ങളുടെ നെയിം കൊടുക്കുക. നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം BA സൈക്കോളജി, മെന്റർ അല്ലെങ്കിൽ LSEയുടെ നെയിം കൊടുക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഇഗ്നോ എന്താണ്, ഇഗ്നോയുടെ നാക് സ്റ്റാറ്റസ് എന്താണ്, അതേപോലെ തന്നെ വെയിറ്റേജ് നമ്മുടെ ഇഗ്നോന്റെ സ്കോറിംഗ് സിസ്റ്റം എങ്ങനെയാണ്, അതേപോലെ റീരജിസ്ട്രേഷൻ നമ്മൾ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന്റെ മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട നമ്മുടെ ഒഫീഷ്യൽ പോർട്ടൽ ഏതാണ്, ഗ്രേഡ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത്, അതേപോലെ ഇഗ്നോന്റെ എക്സാംസ് ഇയർലി എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട്, പിന്നെ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ ഇഗ്നോന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതും അധിക കാര്യങ്ങളും ഇഗ്നോ ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ് കേട്ടോ. ഇഗ്നോന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എക്സാമിനേഷന് നമ്മൾ ഹാൾ ടിക്കറ്റിന്റെ കൂടെ കൊണ്ടുപോകേണ്ടത്, ഗോൾഡ് മെഡലിന്റെ ഇഗ്നോയില് ഗോൾഡ് മെഡൽ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങാനുള്ള എലിജിബിലിറ്റി എന്താണ്, പിന്നെ എങ്ങനെയാണ് ഇഗ്നോന്റെ അസൈൻമെന്റിന് ഇവാലുവേഷൻ ക്രൈറ്റീരിയ വരുന്നത്, ഒരു പ്രോഗ്രാം ഒരു സ്റ്റുഡന്റിന് 2 പ്രോഗ്രാമൊക്കെ ഇഗ്നോന്റെ അണ്ടറിൽ ചെയ്യാൻ പറ്റൂ, അതേപോലെ ഹാൾ ടിക്കറ്റ് എങ്ങനെയാണ് റിലീസ് ആവുന്നത്, എക്സാം സെന്റർ എങ്ങനെ ചൂസ് ചെയ്യാം, പിന്നെ നമ്മുടെ ആപ്പുമായി ബന്ധപ്പെട്ട ആപ്പിൽ എന്തെങ്കിലും ഒരു ട്രബിൾ ഷൂട്ടിംഗ് വന്നാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ സ്മാർട്ടർ ഗോൾ എന്താണ്, അതേപോലെ തന്നെ നമുക്ക് ലീഡ് വേഴ്സസ് ലാഗ് മെഷർ ഏതിനാണ് ഏറ്റവും കൂടുതൽ ലീഡ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ് എക്സാമ്പിൾ എന്താണ്, നിങ്ങളൊരു വീക്കിൽ നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് കാണുന്നത്, ഞാനൊരു ദിവസം 6 മണിക്കൂർ കാണും, അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഓരോ ദിവസം ലോ എനർജിയുള്ള ഡേയ്സിൽ 10 മിനിറ്റ് എങ്കിലും കാണാൻ ശ്രമിക്കും എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫൈനൽ അസസ്മെന്റിൽ വരുന്നത്. സോ നമ്മുടെ ഈ ജേർണി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. 13 സെഷൻസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ മുതൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നാളെ മുതൽ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ഓൺ അക്കാഡമിക്സിലോട്ട് പോവാണ്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ വർക്ക്ഷോപ്സ് ആയാലും അതല്ല നമ്മുടെ ഓരോ പ്രോഗ്രാംസ് ആയാലും ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ്, നമുക്ക് അങ്ങനെ വരുന്ന എല്ലാ സെലിബ്രേഷൻസും നമ്മൾ വെർച്വൽ ആയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യും. സോ അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുന്ന ലേൺ വൈസ് ഫാമിലിയോടുകൂടെ
നിങ്ങൾ ഇത്രയും ദിവസം നമ്മുടെ കൂടെ വന്നതിനും ഇനി അങ്ങോട്ട് വരുന്നതിനും ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും നന്ദി അറിയിക്കുകയാണ്. സോ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു ജേർണിയാണ്. സോ ഒരിക്കലും ഒറ്റയ്ക്കാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ട് തരാനും മെന്റേഴ്സും LSCസും ഇവിടെ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസ് ആയാലും റെക്കോർഡിങ്സ് ആയാലും അത്യാവശ്യം നല്ല രീതിയിലാണ്, നല്ല ക്വാളിറ്റിയോട് കൂടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് കൺസേൺസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവിടെ ഹാപ്പിനെസ് അംബാസഡേഴ്സ് ഉണ്ട്. സോ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ലേൺവൈസ് ഫാമിലി മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളൊരു ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ലൈഫിൽ സൈക്കോളജി എന്നുള്ള ഒരു ഫീൽഡിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, വെറും ഒരു ഡിഗ്രി എന്ന അപ്പുറത്തേക്ക് നമുക്ക് നല്ലൊരു ഫീൽഡ്, നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ, നല്ലൊരു പ്രൊഫഷൻ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.